പക്ഷേ വട്ടിപ്പണം ലഭിക്കുന്നതിന് കേണൽ മൺട്രോയോട് ആവശ്യപ്പെട്ടപ്പോൾ മൺട്രോ അത് നൽകാൻ തയ്യാറാണ്. പക്ഷെ ഒരു മലങ്കര മെത്രാപ്പൊലീത്തായെ നൽകുവാനൊക്കെ. ആ സാഹചര്യത്തിലാണ് വീണ്ടും അത് എട്ടാം മാർത്തോമായുടെ കൈകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് സെമിനാരി സ്ഥാപനം നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ഗണുങ്ങന്മാർ ഫീലിക്സിനോസിൽ നിന്ന് പട്ടമേറ്റ് ആ പലിശ വാങ്ങിച്ചു. 4 വർഷത്തെ പലിശ ഒരുമിച്ച് 809 ശേഷമുള്ളതായ 4 വർഷത്തെ പലിശ ഒരുമിച്ച് വാങ്ങിച്ച് ഈ സെമിനാരി നിർമ്മാണം തുടങ്ങിയത്. അതിനുശേഷം അദ്ദേഹം തൻ്റെ ബാല്യകാലം മുതൽ അനുഷ്ഠിച്ചു വന്നതായ കുന്നംകുളത്ത് ഒരു വൈദികനായി ആർത്താറ്റും മറ്റും താൻ ശുശ്രൂഷിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തനിക്ക് ലഭിച്ച ആത്മീയ പാരമ്പര്യം മുഴുവനായി സെമിനാരിയിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ദീർഘമായൊരു കാലഘട്ടമില്ല, ഏതാണ്ട് 9 മാസം മാത്രമേ അദ്ദേഹം മലങ്കര മെത്രാപ്പൊലീത്തായി അഥവാ 10ാമത്തെ മെത്രാപ്പൊലീത്തായിട്ട് തീരുന്നുള്ളൂ. കാരണം 8ാം മാർത്തോമ കാലം ചെയ്യാറായപ്പോൾ അദ്ദേഹം പകലോമറ്റം കുടുംബത്തിൽ തന്നെ പെട്ടതായ തൻ്റെ കുടുംബാംഗമായിരുന്ന 9ാം മാർത്തോമായ്ക്ക് പട്ടം കൊടുത്തു. എന്നാൽ 8ാം മാർത്തോമാ കാലം ചെയ്തുകൊണ്ട് 9ാം മാർത്തോമായുടെ കാലഘട്ടമുള്ളപ്പോൾ തന്നെ ഇവിടെ സെമിനാരി സ്ഥാപനം നടന്നു. ചരിത്രകാരന്മാരതുകൊണ്ട് അദ്ദേഹത്തെ പുലിക്കോട്ടിലെ ഔസേപ്പ് ദേവനാശൂസിനെ 10ാമത്തെ മലങ്കര മെത്രാപ്പൊലീത്തായിട്ടാണ് കണക്കാക്കുന്നത്. വലിയ ഒരു വീക്ഷണമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. സഭയുടെ ഭാവിയെക്കുറിച്ച്, ഈ സഭയുടെ ക്രമീകൃതമായ ആരാധന പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടു പോകുവാൻ, വിശ്വാസ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടു പോകുവാൻ അദ്ദേഹം അതിന് കണ്ടുപിടിച്ചതായ അല്ലെങ്കിൽ തീരുമാനിച്ച് കണ്ടനാട് സുന്നകദോസ് മുഖാന്തരം പൂർത്തീകരിച്ചതായ ആ സ്വപ്നം അല്ലെങ്കിൽ കണ്ടതായ സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കി. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം. മറ്റെല്ലാത്തിലും ഉപരിയായി സഭയെ സ്നേഹിച്ച് സഭയ്ക്ക് വേണ്ടി പ്രാണാർപ്പണം ചെയ്ത് എത്രമാത്രം കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളുമൊക്കെ ദീർഘമായ നാളത്തെ ഉപവാസവും നോമ്പും ഒക്കെ അനുഷ്ഠിച്ചത് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാം. ടിപ്പു സുൽത്താൻ്റെ ആക്രമണം കൊണ്ട് ആർത്താറ്റ് പള്ളിയെ തീവച്ച് നശിപ്പിക്കപ്പെട്ടപ്പോഴും അതിനുള്ളിലിരുന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷം അതിനെ പുനഃക്രമീകരിച്ച അദ്ദേഹത്തിൻ്റെ ആ വീക്ഷണവും അദ്ദേഹത്തിൻ്റെ ആത്മീയമായ ശക്തിയും ഈ സെമിനാരിയുടെ സ്ഥാപനത്തിലും അതിൻ്റെ വളർച്ചയിലും സഭയ്ക്കൊരു വലിയ മുതൽക്കൂട്ടായി. അന്നു മുതൽ ഇന്നുവരെ ഈ സെമിനാരിയിൽ പഠിച്ച എത്ര 1000 വൈദികരുണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും ആ പിതാവിനോട് കടപ്പെട്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വീക്ഷണം സഭയ്ക്ക് വളരെ ശോഭനമായിരിക്കുന്ന ഒരു ഭാവി നൽകി. ഇന്നും അതിൻ്റെ അനുഭവത്തിലാണ് നാം എല്ലാവരും സഭയെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ മാതൃക പിൻപറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ സെമിനാരിയിൽ നമുക്ക് പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെ കഴിയുന്നതൊരു ഭാഗ്യമായി കണക്കാക്കാം. ഈ സെമിനാരിയുടെ ആധുനിക ശില്പി എന്ന് പറയാവുന്ന ആളാണ് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി. ഇതുപോലെ തന്നെ മറ്റൊരു നക്ഷത്രമായി ശോഭിച്ചയാളാണ്
ഡിഗ്രി കോഴ്സുകളൊക്കെ നടത്തുവാനും സാധാരണ വൈദിക പരിശീലനം എന്നുള്ളതിനേക്കാൾ കവിഞ്ഞ് ഒരു അക്കാഡമിക് എക്സലൻസോടുകൂടി വൈദികർ സഭയിൽ പ്രവർത്തിക്കണമെന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ഈ സെമിനാരിയെ സ്നേഹിച്ച് സഭയുടെ ഭാവിയെ കണ്ട് ഈ സെമിനാരിക്ക് എല്ലാവിധ നല്ല പാതകളും ഒരുക്കി കൊടുത്തത് അദ്ദേഹമാണ്. സെമിനാരി അതിൻ്റെ പ്രവർത്തനത്തിൽ അൽമായ പ്രേക്ഷിതത്വത്തിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി ദിവ്യബോധനവും ശ്രുതിയും അങ്ങനെ പലതും അദ്ദേഹം സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ വീക്ഷണമാണ്. സെമിനാരി എന്ന് പറയുന്നത് സഭയുടെ എല്ലാ ആളുകളുടെയും, വൈദികരുടെ മാത്രമല്ല എല്ലാ ആളുകളുടെയും ആത്മീയ വളർച്ചയ്ക്കുള്ള സ്രോതസ്സായി തീരണമെന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിലാണ് അദ്ദേഹം സോഫിയ സെൻറ്റർ സ്ഥാപിക്കുന്നത്. ഡൽഹി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്ത ആയിരുന്നപ്പോഴും അവിടെ വലിയൊരു ഭദ്രാസന കേന്ദ്രം ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന് താമസിക്കാനുള്ള മുറികൾ കൂടാതെ മറ്റ് സമൂഹങ്ങളുമായുള്ള ബന്ധത്തിൽ മറ്റ് ഫിലോസഫേഴ്സായിട്ടും രാഷ്ട്രീയക്കാരായിട്ടും മറ്റ് മത നേതാക്കളായിട്ടും ഒക്കെ ഒരുമിച്ച് കാണുന്നതിനുള്ള പല മുറികളും പല കോൺഫറൻസ് ഹാളുകളും എല്ലാം ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണമാണ്. മലങ്കര സഭയുടെ ചരിത്രത്തിൽ സഭ ലോകസഭകളുടെ മുമ്പാകെ തല ഉയർത്തി നിന്ന ഒരു കാലഘട്ടമാണ് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ കാലഘട്ടം. കത്തോലിക്ക സഭ മാത്രമല്ല, പ്രൊട്ടസ്റ്റന്റ് സഭകളും എല്ലാം പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സാന്നിധ്യവും പ്രഭാഷണങ്ങളും ഒക്കെ ഏറ്റവും അധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് വളരെ വലിയതായ ഒരു കാര്യമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ലെനിൻഗ്രാഡിൽ പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി അവിടെ വന്നപ്പോൾ, അന്ന് 1978 നിക്കോദീമോസ് മെത്രാപ്പൊലീത്ത, ലെനിൻഗ്രാഡിൻ്റെ മെത്രാപ്പൊലീത്ത കാലം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം കൊടുക്കുന്നതായ സ്നേഹ വാത്സല്യങ്ങൾ നേരിട്ട് കാണുവാനിടയായിട്ടുണ്ട്. ഒരു വലിയ എനിക്ക് ഒരു പക്ഷെങ്കിൽ നിക്കോദീം മെത്രാപ്പൊലീത്ത സ്വന്തം പാത്രികേസിന് പോലും കൊടുക്കുകയില്ലാത്ത ഒരു വലിയ ബഹുമതിയും ആദരവും കൊടുത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് കാണുവാനിടയായി. അത് ഗ്രിഗോറിയോസ് തിരുമേനിയുടെ മഹത്വം മനസ്സിലാക്കാനിടയായി. അദ്ദേഹം റോമിൽ വരുമ്പോഴും റോമിൽ അദ്ദേഹത്തോടുകൂടെ പോപ്പിനെ കാണുവാൻ പോകും അതിനുള്ള ഭാഗ്യവുമൊക്കെ എനിക്കുണ്ടായി. ആ സമയത്തൊക്കെ റോമൻ പോപ്പ് അദ്ദേഹത്തിന് കൊടുക്കുന്ന ബഹുമതി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത ഒന്നാണ്. കാരണം അത്രമാത്രം ഉന്നതമായി നമുക്കാർക്കും, ഒരുപക്ഷെ ഇതുവരെയും ആർക്കും അദ്ദേഹത്തിൻ്റെ ഔന്നത്യത്തെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയം. അതുപോലെയുള്ള ഒരു വലിയ നക്ഷത്രമായിരുന്നു അദ്ദേഹം. സഭയെ സ്നേഹിക്കുവാൻ നമ്മെ പഠിപ്പിച്ചയാളാണ് അദ്ദേഹവും. എക്യൂമെനിക്കൽ രംഗത്ത് ലോകത്തിൽ എല്ലായിടത്തും പോയിട്ടുണ്ടെങ്കിലും ബൈസന്റീൻ പാരമ്പര്യത്തിനും റോമൻ കത്തോലിക്ക പാരമ്പര്യത്തിനും പ്രൊട്ടസ്റ്റന്റ് പാരമ്പര്യത്തിലുമൊക്കെ ഇതരമായിട്ട് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാ വിശ്വാസത്തിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് വളരെ ശക്തമായി വിശ്വസിക്കുകയും അത് വേണ്ട രീതിയിൽ പ്രചരിപ്പിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്ത ആളാണ്. അതുകൊണ്ട് ബൈസന്റീൻ ഓർത്തഡോക്സ് സഭകളോടാണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, സഹോദരീ സഭയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ പറയുന്നതിന് പ്രയാസമില്ല.
എനിക്കത് പറയാൻ ഒക്കുകയില്ല എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞയാളാണ്. കാരണം വിശ്വാസത്തിലുള്ള ഏകത ഇല്ല എന്നുള്ളതിൻ്റെ പേരിലാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഓരോ ഡയലോഗുകളും മറ്റ് അദ്ദേഹം സഭയെ എങ്ങനെ കണ്ടിരുന്നു, സഭയുടെ തനിമ എന്താണെന്ന് മനസ്സിലാക്കി, വിശ്വാസത്തിൻ്റെ തനിമ. അത് നമുക്കെല്ലാവർക്കും അറിയാം. ഫ്രീലാൻഡ് ജേർണലിസ്റ്റായിട്ട് തുടങ്ങി പോസ്റ്റ് ഓഫീസിലെ ജോലിക്കാരനായതിനു ശേഷം എത്യോപ്യയിലെ ശുശ്രൂഷയും, അതിനുശേഷം അമേരിക്കയിലെ പഠനവും, തുടർന്ന് മലങ്കര സഭയുടെ സെമിനാരിയുടെ ഫെലോഷിപ്പ് ഹൗസിലെ അധ്യാപനം, മലങ്കര സഭയുടെ സെമിനാരിയിലെ അധ്യാപനം, ഇതൊക്കെ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടിയതായ ചില അപ്പനുറുക്കുകൾ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ അതിലൊക്കെ ഉന്നതമായിരിക്കുന്ന ഒരു വലിയ മനുഷ്യൻ ലോകത്തിൽ ഏതൊരു സഭയെയും അല്ലെങ്കിൽ ഏതൊരു സമൂഹത്തെയും നേരിടുവാൻ കഴിയും. എത്രയോ ശ്രേഷ്ഠമായിട്ടാണ് റഷ്യൻ പാർലമെൻറ്റിൽ അദ്ദേഹത്തെ വിളിച്ച് പ്രസംഗിപ്പിക്കുന്നത്. അതുപോലെ മത നേതാക്കളുടെയും ഫിലോസഫേഴ്സിൻ്റെയും ഒക്കെ മുമ്പിൽ ചെന്നാൽ അവിടെയെല്ലാം അദ്ദേഹം അവരിൽ അഗ്രഗണ്യനാണ്. മലങ്കര സഭയ്ക്ക് ഇതുപോലൊരു വലിയ താരകത്തെ ലഭിച്ചത് സഭയുടെ ഭാഗ്യമാണ്. നാമും